മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി അഷ്റഫ് KM തന്നെ ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു. മഞ്ചേശ്വരം മണ്ഡലം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? മണ്ഡലത്തിൽ പൊതുവെയുള്ള ഒരു നിങ്ങളുടെ പ്രതികരണം? മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഞങ്ങൾ വിജയിക്കും. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ SDPIക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. പേര് അഷ്റഫ് KM എന്നാണ്. AKM അഷ്റഫാണ് മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി. ഒരു സാമ്യം വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ പറഞ്ഞ ചെറിയ വോട്ടുകൾ പോലും നിർണായകമാവുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അത് BJPയെ സഹായിക്കുന്ന രീതിയിലാകുമെന്ന ഒരു അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതിന് എങ്ങനെയാണ് കാണുന്നത്? അല്ല, എൻ്റെ പേര്, എൻ്റെ ജനന സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ ജനിച്ച തൊട്ട് എൻ്റെ പേര് അഷ്റഫ് KM എന്നാണ്. അല്ലാതെ ഞാൻ ഈ ഒരു മത്സരിക്കാൻ വേണ്ടിയിട്ടൊന്നും കൊണ്ടുവന്നതല്ല. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരുകാരൻ മത്സരിക്കുമ്പോൾ അത് മുസ്ലിം ലീഗിനെ അല്ലേ നേരിട്ട് ബാധിക്കുക? അല്ല, മുസ്ലിം ലീഗിനെ നേരിട്ട് ബാധിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളിത് 2006-ൽ 2001-ൽ UDF ആണ് ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. നല്ല രീതിയിൽ അവിടെ 2-ാം സ്ഥാനത്ത് BJP ആണ്. 2006-ൽ UDF 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും 2001-ൽ 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്തേക്ക് എത്തി. യഥാർത്ഥ ശത്രു ആരാണ്? UDF ആണോ, അല്ല LDF ആണോ, അല്ല BJP ആണോ? ഞങ്ങളുടെ മത്സരം BJPയും SDPയും ആയിട്ടാണ്. ഞങ്ങളുടെ ശത്രു BJP തന്നെ, അതിലൊരു സംശയമില്ല. പക്ഷേ അതെങ്ങനെ ശരിയാവും? BJP ആകുമ്പോൾ നിങ്ങൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും UDFനെ അല്ലേ അത് ബാധിക്കുക? അല്ല, ഞങ്ങൾ മത്സരിച്ചിട്ട് ഞങ്ങൾ വിജയിക്കുന്നു ആകുമ്പോൾ പിന്നെ UDFനെ ബാധിക്കേണ്ട കാര്യം ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. AKM അഷ്റഫിന് അപരന്മാർ 2 പേരാണുള്ളത്. ഏതെന്നാൽ 2 പേരും നമ്മോടൊപ്പം ചേരുന്നു. 2 അഷ്റഫ്മാരാണ്. ധർമ്മത്തടുക്ക അഷ്റഫ് ആദ്യം ചേരുന്നു. എന്താണ് ഈ ഒരു മഞ്ചേശ്വരത്ത് AKM അഷ്റഫിന് അപരനായി നിൽക്കാനുള്ളത്? അവിടെ സ്വന്തം ഒരു തീരുമാനം, മത്സരിക്കാൻ പറഞ്ഞു, സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറഞ്ഞ ഉദ്ദേശത്തിൽ മത്സരിക്കുന്നത്. എന്താണ് പ്രധാനമായും നിങ്ങൾ ഉയർത്തുന്ന വിഷയം? എന്താണ് ഞാൻ ഉയർത്തുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ പദ്ധതി. നമ്മുടെ പ്രത്യേക പഞ്ചായത്തിൽ പുഴയിൽ നിന്നാണ് വെള്ളം അയക്കുന്നത്. കാലങ്ങളായിട്ട് വെള്ളം കിട്ടാതെ, എത്ര വെള്ളം എത്താതെ, അത് സ്വന്തം മോട്ടോർ ഉപയോഗിച്ച് വെള്ളം എടുത്ത് ജീവിക്കുന്ന ഒരു നാടാണ് ഈ മഞ്ചേശ്വരത്ത്. പ്രത്യേകിച്ച് ഈ ഇത്ര സ്വതന്ത്രന്മാരായാലും അവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം നിർണായകമാണ്. അത് അഷ്റഫിൻ്റെ പേരിലാകുമ്പോൾ അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ബാധിക്കുന്ന രീതിയിൽ വരുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം ലീഗിന് സമാനമായ ഒരു പേരുള്ള ഒരാൾ നിങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു? നമ്മൾ സ്വന്തം വ്യക്തമായി തീരുമാനം എടുത്തത്. ആരോ പിന്തുണ, പാർട്ടി പിന്തുണ പിതാക്കാവാനൊന്നും കൊണ്ടുവന്നതല്ല. സ്വന്തം തീരുമാനം, സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിക്കാമെന്ന് പറഞ്ഞ ഉദ്ദേശത്തിൽ മത്സരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ മുസ്ലിം ലീഗിനെതിരായി ആണോ മത്സരിക്കുന്നത്? ഇല്ല, മുസ്ലിം ലീഗിനെതിരെ നമ്മൾ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കുറേ വീടുകളായിട്ട് ബന്ധമുണ്ട്. നാട്ടിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പല ഭാഗത്ത് പല ഇതിലും ബന്ധമുണ്ട്. ഏതായാലും ഒരു അഷ്റഫ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുക്കാൻ കാരണം? ഒന്നുമില്ല, മത്സരിക്കണമെന്ന് വിചാരിച്ചു മത്സരിക്കുന്നുണ്ട്. പിന്നെ മഞ്ചേശ്വരത്തിൻ്റെ അവസ്ഥ, എല്ലാ പാർട്ടിയും ഭരിച്ച് ഒന്നും ഒരു ഇതില്ല. പിന്നെ നമ്മളും ഒന്ന് മത്സരിക്കാന്നുള്ളൊരു ഇത് അത്രയേ ഉള്ളൂ. ഈ സ്വാഭാവികമായും AKM അഷ്റഫിൻ്റെ പേരിന് സാമ്യമുള്ള ആളാകുമ്പോൾ അത് ലീഗിനെയാണ് ബാധിക്കുക. അത് അപ്പോൾ BJPക്ക് അത് സഹായിക്കുന്ന രീതിയിലായിരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്? അങ്ങനെ ഒരു ഉദ്ദേശമില്ല. കുടിവെള്ള പദ്ധതിൻ്റെ ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്, പല ഇതുമുണ്ട്. ഇതുവരെ ഒരു ഇതായിട്ടില്ല. അങ്ങനെ ഒന്ന് മത്സരിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട്. 2 പേരാണിപ്പോൾ അപരന്മാരുള്ളത്. 2 പേരും നമ്മോടൊപ്പം ന്യൂസ് എയ്റ്റിനോടൊപ്പം കൃത്യമായി കാര്യങ്ങൾ പങ്കുവച്ചു. ഏതായാലും ഇനി ചെറിയ വോട്ടുകൾ പോലും നിർണായകമാകുന്നതാണ് മഞ്ചേശ്വരം എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ അപരന്മാരും വലിയ നിർണായക ശക്തിയായി മഞ്ചേശ്വരത്ത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.